ശ്രീമാത്രേ നമഃ. ഇന്നലെ നമ്മൾ ഭുവനേശ്വരി മഹിമയെ കുറിച്ച് കേട്ടു. വളരെ വിശദമായിട്ട് ആ ഭുവനേശ്വരി ദേവിയുടെ മഹിമ, ആ അമ്മയുടെ മഹത്വം എന്താണ്, ആ അമ്മയുടെ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഒരു സാധകൻ എന്താണ് കിട്ടുന്നത്, അതാണ് മഹിമ എന്ന് പറഞ്ഞാല്. അപ്പോ ആ അഹംബോധമുള്ള നമ്മൾ ഓരോരുത്തരും ആ ഹ്രീംകാരം ജപിച്ച് നമുക്ക് മഹത്തായിരിക്കുന്ന ആ ഒരു തലത്തിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. ദേവിയുടെ ഹ്രീംകാരം എന്ന് പറയുന്ന പ്രല്ലേഖ ബീജത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് കണ്ടു. പിന്നെ ദേവിയുടെ മായാ ബീജം, ലജ്ജാ ബീജം എല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഭുവനേശ്വരി തത്വമാണ്. അപ്പൊ തത്വം എന്നുള്ള വാക്കിന് വളരെ വളരെ എന്താ പറയാ മീനിങ് ഉണ്ട്. കാരണം തത്വം, തത്, തത്വമസി മഹാവാക്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ തത്, ഓം സത് തത് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഓം തത് സത്ത് എന്ന് പറയാറുണ്ട്. അപ്പൊ ആ തത് എന്ന് പറഞ്ഞാൽ അത്, ആ അത് ഞാൻ തന്നെയാണ്. ആ തത്തിലേക്കുള്ള പ്രയാണമാണ്. ആ സത്തെന്ന് പറയുന്ന ഉണ്മ നമ്മള് ആ തത് നമ്മളിൽ ഇരിക്കുന്നത് തന്നെയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം പരസ്പരം. അപ്പൊ ഓം തത് സത്. അപ്പോ ഈ ചെറിയ അഹമായിരിക്കുന്ന ജീവനും പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ജീവനും ആ ഒരു അഖണ്ഡമായിരിക്കുന്ന ബോധവും രണ്ടല്ല. നമുക്ക് യാത്ര ചെയ്ത് എത്തേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ കണ്ടു, യാത്രയല്ല, അറിവിലൂടെ നമ്മുടെ അജ്ഞാനത്തെ മാറ്റി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചിത് സ്വരൂപത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നു നമ്മൾ കണ്ടു. അപ്പൊ അതിനെയാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത്. യാത്ര നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു യാത്രയാണ്. അപ്പോ ഒരു മറ മാറ്റല്, ഒരു മായാ തത്വത്തെ മാറ്റി നമ്മളെ ആവരണം ചെയ്തിരിക്കുന്ന ആ വിക്ഷേപവും മായയും മാറ്റുമ്പോൾ നമുക്ക് ആ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാകുന്നു. ഇത് മാറ്റാൻ കർട്ടനൊന്നുമല്ല, ഇത് അറിവ് കൊണ്ട് മാത്രമേ മാറുള്ളൂ. അജ്ഞാനം എന്ന് പറയുന്നത് മാറ്റണമെങ്കിൽ എന്ത് വേണം? അറിവ് തന്നെ. വേറെ ഒരു പോംവഴിയും ഇതിനില്ല. ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നുമില്ല. അപ്പൊ നമ്മുടെ സത്സംഗങ്ങൾ കൊണ്ടും നമ്മള് ഗുരുവിനെ ആശ്രയിക്കുന്നത് കൊണ്ടും അനേക ജന്മത്തെ ജപങ്ങൾ കൊണ്ടും തപസ് കൊണ്ടും ഒക്കെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയാലും ഇതിനെ ഉൾക്കൊള്ളുന്നത്. ആ ഈശ്വര തത്വം എൻ്റെ ഉള്ളിലാണ്. അപ്പൊ തത്വം എന്ന് പറഞ്ഞാല് ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധം, ആ തത്തിനെ മനസ്സിലാക്കുകയാണ് തത്വം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഭുവനേശ്വരി തത്വമാണ്. അപ്പൊ ഭുവനേശ്വരി ആരാണെന്ന് നമ്മൾ കണ്ടു അല്ലെ. ദശമഹാവിദ്യകളിലെ 4ാമത്തെ മഹാവിദ്യയാണ് ഭുവനേശ്വരി. അപ്പൊ സമസ്ത ഭുവനങ്ങളുടെയും ഈശ്വരി ആയിരിക്കുന്നത് കൊണ്ടും സൃഷ്ടിസ്ഥിതികൾ നടത്തുന്നത് കൊണ്ടും ആ ദേവിയെ നമ്മൾ ഭുവനേശ്വരി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ 3 ലോകങ്ങളിലും ആദ്യ ശക്തിയാകയാൽ ദേവി ഭുവനേശ്വരി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് ആ ഒരു ഭുവനങ്ങളുടെ ഈശ്വരി എന്ന് പറയുന്നത്? ഭുവനത്തിന്റെ ആനന്ദമായിട്ട് ആയതുകൊണ്ട് ഭുവനേശ്വരി എന്നാണ് അമ്മയുടെ പേര് അറിയുന്നത്. ഇതെല്ലാം ഒരു ശക്തിയുടെ ഭാവമാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഭുവനേശ്വരിയുടെ ശരീരമാണ് ഈ പ്രപഞ്ചം. സകല ചരാചരങ്ങളും ദേവിയുടെ ആഭരണങ്ങളാണ്. സൗന്ദര്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ഭുവനേശ്വരി ദേവി. ശിവനോടൊത്ത് ചേരുമ്പോഴാണ് പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത്. അപ്പൊ ഭുവനേശ്വരി ദേവിയുടെ ഭർത്താവ് എന്ന് പറയുന്നത് സദാശിവനായിരിക്കുന്ന ത്രയംബകനാണ്. അപ്പൊ സർവലോക ഭൂലോക പാതാളങ്ങളിലും രമിക്കുന്നവനാണ് ത്രയംബകൻ. ത്രയംബകം യജാമഹേ എന്ന് നമ്മള് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാറുണ്ടല്ലേ, ത്രയംബകേശ്വരൻ. അപ്പൊ ഭുവനേശ്വരി ദേവിയുടെ ഭർത്തൃസ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് ത്രയംബകേശ്വരൻ. അപ്പൊ ഭുവനേശ്വരി ദേവിയുടെ വലതു ഭാഗത്ത് നമ്മൾ എപ്പോഴും ദേവിയെ കാണുമ്പോൾ ആ ദേവിയുടെ വലതു ഭാഗത്ത് ത്രയംബകേശ്വരനെ നമ്മൾ പൂജിക്കണം. എല്ലാ തന്ത്രശാസ്ത്രങ്ങളും പറയുന്നുണ്ട്, ഒരു ശക്തിയെ പൂജിക്കുമ്പോൾ ശക്തിയുടെ ഭർത്താവായിട്ട് ഇരിക്കുന്ന ശിവനെയും നമ്മൾ പൂജിക്കണം. എല്ലാം ഈവൻ നമ്മളൊരു ദുർഗാദേവിയുടെ ക്ഷേത്രത്തില് ദുർഗാദേവിയാണ് നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടാലും ദേവി ഉപദേവത അല്ലാതെ ഇരിക്കുന്നിടത്ത്, ഇപ്പൊ മെയിൻ ഗർഭഗൃഹത്തിൽ ദുർഗാദേവിയെ കാണുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് വേറെ ശിവനെ കാണില്ല. പക്ഷെ അതിന്റെ പുറകില് ഒരു സദാശിവ ഭാവത്തിലുള്ള ഒരു രൂപം ഉണ്ടായിരിക്കും. അല്ലാതെ ശിവൻ ഇല്ലാതെ ദേവിയെ ഒരിടത്തും പ്രതിഷ്ഠിക്കാറില്ല. ദുർഗാദേവി നമ്മൾ എല്ലാ ദേവന്മാരുടെ ശക്തിയിൽ നിന്നുണ്ടായതാണ് ദുർഗാദേവി. അങ്ങനെ പ്രത്യേകിച്ച് ഭർത്താവ് ആരെന്നൊന്നും അതിനകത്ത് പറയുന്നില്ല അല്ലെ. മഹിഷാസുര മർദ്ദിനിയായിട്ട് വന്ന ദേവിയാണ്. അപ്പൊ ദേവിക്ക് പ്രത്യേകിച്ച് ഇന്ന ആള് പതി എന്നൊന്നും അവിടെ പറയുന്നില്ല. എല്ലാ ദേവതകളിൽ നിന്നും വന്നുകൊണ്ട്. പക്ഷേ ആ ദുർഗാദേവിയുടെ പുറകിൽ സൈഡിൽ പോലും അമ്മയുടെ ആ പ്രഭയുടെ, അതായത് ശിരസിന്റെ പിൻഭാഗത്ത് സദാശിവ സ്വരൂപം ഉണ്ടായിരിക്കും. അപ്പൊ എന്താ ഇത് കാണിക്കുന്നത്?
ശിവനിൽ നിന്നാണ് ശക്തി വന്നിരിക്കുന്നത്. ശക്തിയില്ലാതെ ശിവനില്ല, ശിവനില്ലാതെ ശക്തിയില്ല. ഇത് രണ്ടും ചേർന്നിരിക്കുന്നു എന്ന് കാണിക്കും. അപ്പോ സകലതും സൃഷ്ടിക്കുന്നവളായിരിക്കുന്ന ഭുവനേശ്വരി ദുഷ്ടശക്തികളെ നിയന്ത്രിക്കുന്നവളുമാണ്. അപ്പൊ ദശമഹാവിദ്യകളില് കാളിയെ പറയുന്നത് ക്രിയാത്മക ശക്തിയായിട്ടും ത്രിപുരസുന്ദരിയെ ജ്ഞാനശക്തിയായിട്ടും ഭുവനേശ്വരി ഇച്ഛാശക്തിയുമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ കാളി എന്ന് പറഞ്ഞാൽ സംഹാരത്തെ കാണിക്കുന്നു, സമയത്തെ കാണിക്കുന്നു, കാലത്തെ കാണിക്കുന്നു. അപ്പോ ഭുവനേശ്വരി എന്ന് പറയുന്നത് സൃഷ്ടിയെ കാണിക്കുകയാണ്. സൃഷ്ടിക്ക് ആവശ്യമായിരിക്കുന്ന അന്തരീക്ഷം, അതായത് ശൂന്യമായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെ ആണ് ഭുവനേശ്വരി പ്രതിനിധീകരിക്കുന്നത്. സൃഷ്ടിക്ക് ആവശ്യം എന്താ വേണ്ട? ആദ്യം വേണ്ടത് സ്പേസ് ആണ്, അല്ലെ? അന്തരീക്ഷം. അപ്പൊ അതുകൊണ്ടാണ് ഭുവനങ്ങളുടെ ഈശ്വരി. ആ ആകാശത്തിൽ നിന്നാണ് എല്ലാ നാമരൂപങ്ങളും. നമ്മൾ സൃഷ്ടി പ്രക്രിയ നോക്കിയാലും നമ്മുടെ ശരീരത്തിലെ ആധാര ചക്രങ്ങളെ നോക്കിയാലും ആകാശതത്വത്തിൽ മനസ്തത്വം, അത് കഴിഞ്ഞ് വ്യോമത്വം, അതിൽ നിന്ന് ആകാശതത്വം, ആകാശതത്വത്തിൽ നിന്ന് പടിപ്പടിപ്പടിയായിട്ട് നമ്മൾ ഭൂമി, പൃഥ്വി വരെയുള്ള എല്ലാ തത്വങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ ഭുവനേശ്വരി എന്തിന്റെയാണ്? കാളി കാലത്തെയും സമയത്തെയാണ് കാണിക്കണമെങ്കിൽ ഭുവനേശ്വരി സ്പേസിനെ കാണിക്കണം. അപ്പൊ ഇതാണ് ടൈം ആൻഡ് സ്പേസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കാണുന്ന ബ്രഹ്മാണ്ടങ്ങളെല്ലാം തന്നെ എന്തിലാ നിലനിൽക്കുന്നത്? ടൈം ആൻഡ് സ്പേസിലാണ്. അപ്പൊ ദേവിയാകുന്ന വേദിയിൽ മറ്റ് ജീവന്മാർ തങ്ങളുടെ ജീവിത നാടകം അഭിനയിച്ചു തീർക്കുന്നു. അപ്പൊ ദേവി ഒരു വേദിയാണ്, അല്ലെ? ഒരു സ്ക്രീനാണ്. അതിലാണ് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും വന്നു പോകുന്നത്. ഇവരുടെ ശരീരം എടുക്കുക, കുറച്ചു കാലം ജീവിച്ചിരിക്കുക, പിന്നെ തിരിച്ചു പോവുക, അല്ലെ? ഒരു മറയുടെ അതിനെയാണ് നമ്മൾ തിരോധാനം. ആ മറയ്ക്ക് പിന്നിലേക്ക് പോവുക. അവിടെ എന്താ സംഭവിക്കണം നമുക്കറിയത്തില്ല. അപ്പൊ അമ്മയാണ് ഇതിന്റെ ബിയോണ്ട് ആയിട്ടിരിക്കുന്നതും ഈ പറയുന്ന പ്രപഞ്ചം, ഈ മഹാശൂന്യമായിരിക്കുന്ന സ്പേസ് ആയിട്ടിരിക്കുന്നതും ഭുവനേശ്വരി തന്നെയാണ്. അപ്പൊ ഭുവനേശ്വരി ദേവി ദൃശ്യ പ്രപഞ്ചമായിട്ടും ഭൗതിക സുഖങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. സർവത്ര വ്യാപിച്ചിരിക്കുന്നവളും എന്നാൽ സുഗമമായിട്ട് ദർശിക്കാൻ കഴിയാത്തവളുമാണ് ഭുവനേശ്വരി ദേവി. നമ്മൾ നാമരൂപങ്ങളായിട്ട് മാത്രമാണ് ഈ പറയുന്ന ദേവിയെ കാണുന്നത്. ഈ നാമരൂപങ്ങളിലെല്ലാം എന്താണ്? ആ ചിത്ശക്തിയായിട്ട് ദേവി കുടികൊള്ളുന്നു. എല്ലാം ചിത്തും ചേതനയുമായിട്ട്, ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം എന്തായി പോവും? ജഡശക്തിയായി പോവും. അപ്പൊ ആ ജഡാത്മികയായിരിക്കുന്ന ജഡശരീരത്തെ എല്ലാം തന്നെ പ്രവർത്തിപ്പിക്കുന്ന ചേതനാശക്തിയായിട്ട് ഭുവനേശ്വരി ദേവി കുടികൊള്ളുന്നു. അപ്പൊ മാനവരുടെയും മറ്റ് ചരാചരങ്ങളുടെയും ഗതിവിഗതികള്, സന്തോഷം, സങ്കടം, സ്നേഹം തുടങ്ങിയിട്ടുള്ള എല്ലാ വികാരങ്ങളും ദേവിയുടെ ലീലയ്ക്ക് വശമതമായിരിക്കുന്നു. അതായത് നമ്മളെ ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവിത വ്യവഹാരങ്ങളെല്ലാം തന്നെ സുഖം, സന്തോഷം, സ്നേഹം, പരസ്പര ബന്ധങ്ങളെല്ലാം എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നത്? ഈ ദേവിയെ ആശ്രയിച്ച ദേവിയുടെ ലീലകളാണ് അതെല്ലാം. അപ്പൊ നമുക്ക് സുഖത്തിൽ നിന്ന് സുഖം കിട്ടാനും ദുഃഖത്തെ തരണം ചെയ്യാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കാനും നമ്മൾ ആരെയാ ശരണാഗതി ചെയ്യേണ്ടത്? ലളിതാ ത്രിപുരസുന്ദരിയുടെ പ്രപഞ്ച രൂപമായിരിക്കുന്ന ഭുവനേശ്വരിയെ വേണം നമ്മള് ശരണാഗതി ചെയ്യാൻ. ഭുവനേശ്വരിയെ ത്രിപുര എന്ന് തന്നെയാ വിളിക്കുന്നത്, അല്ലെ? ത്രിപുര എന്നാണ്, ത്രിപുരാധിനാഥേ. അപ്പൊ അമ്മ ത്രിപുരസുന്ദരി തന്നെയാണ്. പക്ഷെ ഭാവം ഭുവനേശ്വരി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഇത് മനസ്സിലാക്കിക്കൊള്ളാം. 10 ദശമഹാവിദ്യകള് ഈ ദേവിയുടെ 10 ഭാവങ്ങളാണ്. അല്ലാതെ അത് പലതായിട്ട് ആയിട്ടുള്ളതല്ല. നമ്മൾ ഓരോന്നിൽ വരുമ്പോ ഓരോന്ന്. ഒരു കൊച്ചു പെൺകുട്ടി വിവാഹം കഴിയുമ്പോ ഭാര്യ, അത് കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടാവുമ്പോ അമ്മ. നേരത്തെ അത് ആരായിരുന്നു? മകളായിരുന്നു. അപ്പൊ ഈ വിവിധ ഭാവങ്ങൾ എങ്ങനെയാണോ ഒരു സ്ത്രീ കൈക്കൊള്ളുന്നത്, അതുപോലെ തന്നെ ദേവി ദേവിയുടെ സൃഷ്ടിയാണല്ലേ ഇതെല്ലാം. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം ചെയ്യുമ്പോ അമ്മ വിവിധ രൂപങ്ങൾ എടുക്കണമെന്ന് മാത്രം. അപ്പോ സാധകർക്ക് വിശാല വീക്ഷണവും അഗാധമായിരിക്കുന്ന ജ്ഞാന ആർജനത്തിനും സഹായിക്കുന്ന ഭുവനേശ്വരി ദേവിയുടെ സാന്നിധ്യം ഉണ്ടായാൽ ഉപാസകനിൽ എന്താ ഉണ്ടാവുക? സദ്ഗുണങ്ങൾ ഉണ്ടാകുന്നു. അവനിലുള്ള ഹ്രീംകാരം എന്ന് പറയുന്ന ബീജത്തെ സ്ഥിരമായിട്ട് ജപിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപാസകൻ, അവനിൽ നിന്നും ദുർഗുണങ്ങളെല്ലാം മാറിപ്പോയിട്ട് എന്തുണ്ടാകുന്നു? സദ്ഗുണങ്ങൾ ഉണ്ടാകുന്നു. അവന്റെ മനസ്സ് നിർമ്മലവും അനുകമ്പാർദ്രവും സ്വതന്ത്രവും സ്നേഹസമ്പൂർണവുമായി തീരുന്നു. കാരണം ഈ ഭുവനേശ്വരി ദേവി എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. എവിടെയാണ്? ചിതാകാശത്തിലാണ് ഇരിക്കുന്നത്, അല്ലെ? ചിത്താകുന്ന ആകാശത്തില് ഹൃദയസ്ഥാനമാണ്, അനാഹത ചക്രമാണ്, അല്ലെ? അപ്പൊ ദേവിയുടെ ഉപാസകരിൽ ഉണ്ടാകുന്ന സഹജഭാവം എന്തായിരിക്കും? പ്രേമം, എല്ലാരോടും ഒരു സ്നേഹമായിരിക്കും ദേവിയെ ഉപാസിക്കുന്നവർക്ക്. ആ ഒരു വിക്ഷേപ ആവരണ ശക്തിയായിരിക്കുന്ന മായയാണ് ദേവി.
കാരണം നമ്മൾ ഇതുവരെ ദേവിയെ അറിയാത്തത് എന്താ? ഈ മായ ആകുന്ന ആ വിക്ഷേപ ആവരണ ശക്തികൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നത് കൊണ്ടാണ് നമുക്ക് ദേവിയെ കാണാൻ പറ്റാത്തത്. അപ്പൊ നിരന്തരമായിരിക്കുന്ന ആധ്യാത്മിക സാധനയിലൂടെ മാത്രമേ ദേവിയെ അറിയുവാനും ദിവ്യമായിരിക്കുന്ന ആ സൂക്ഷ്മ ചൈതന്യത്തെ ദർശിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ശിവഭഗവാന്റെ സകല ലീലകളുടെയും കേന്ദ്രശക്തിയായതും ബ്രഹ്മാണ്ടങ്ങളുടെ ആദി മൂലമായിരിക്കുന്നതും സകല ചരാചരങ്ങളിലും കുടിയിരിക്കുന്നതുമായിരിക്കുന്ന മഹത് ശക്തിയും ആ പ്രശോഭിക്കുന്നതുമായിട്ടുള്ള ദേവി അഭൗമമായിരിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവളാണ്. അപ്പൊ ശിവനോട് ചേർന്ന് നിർഗുണ ബ്രഹ്മത്തിൽ നിന്നും സഗുണ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതായതുകൊണ്ട് ദേവിയെ സൃഷ്ടികർत्री. ലളിതാ സഹസ്രനാമത്തിൽ എന്താ? സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ബ്രഹ്മാവിന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ, ബ്രഹ്മശക്തിയായിട്ടിരിക്കുന്നവൾ. ബ്രഹ്മാവിന്റെ ക്രിയയാണ് സൃഷ്ടി. അപ്പോ ശിവനോട് ചേർന്ന് നിർഗുണ ബ്രഹ്മത്തിൽ ഇരുന്നിട്ടാണ് അമ്മ പുറത്തേക്ക് വരുന്നത് അല്ലെ? ഈ സഗുണ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് സൃഷ്ടികർत्री. അപ്പൊ സൃഷ്ടി ശക്തി എന്നെല്ലാം നമ്മൾ ദേവിയെ വിളിക്കുന്നു. അപ്പൊ ആകാശത്തിന്റെ അതിദേവതയും പ്രകാശത്തിന്റെ സ്രോതസ്സും തിന്മയുടെ സംഹാരകയുമായിരിക്കുന്ന ഭുവനേശ്വരിയില് നിന്നാണ് ലക്ഷ്മി, സരസ്വതി തുടങ്ങിയിട്ടുള്ള അന്യ ദേവിമാർ ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്. അപ്പോ പരാവിദ്യയുടെ രൂപാന്തരം തന്നെയാണ് ഭുവനേശ്വരി. അപ്പൊ ഭുവനേശ്വരിയുടെ സഗുണ രൂപമാണ് ശ്രീ പാർവതി എന്ന് പറയുന്നത്. ഹിമവാന്റെ പുത്രിയായിട്ട് ആവിർഭവിച്ചിരിക്കുന്ന ശ്രീ പാർവതി ആരാണ്? ഭുവനേശ്വരിയുടെ സഗുണ രൂപമാണ്. അപ്പൊ ഭുവനേശ്വരി ദേവിയുടെ സൗന്ദര്യം എന്താ പറയാ, ഇരു കണ്ണുകൾ കൊണ്ട് ആസ്വദിച്ചിട്ടും തൃപ്തി വരാത്തത് കൊണ്ടാണ് പരമശിവൻ മൂന്നാമതൊരു കണ്ണും കൂടി സൃഷ്ടിച്ചതെന്ന് പോലും തന്ത്രശാസ്ത്രം പറയുന്നുണ്ട്. അത്രയ്ക്ക് സൗന്ദര്യമുള്ള അമ്മയാണ് ഭുവനേശ്വരി. അപ്പൊ ദേവി ഭാഗവത പുരാണത്തിലെ ഭുവനേശ്വരി ദേവിയുടെ വൈഭവത്തെക്കുറിച്ചും ഉപാസന ക്രമങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് വർണ്ണനകളുണ്ട്. അപ്പൊ താരകാസുരനെ നിഗ്രഹിക്കാൻ ശിവപുത്രന് മാത്രമേ സാധിക്കുള്ളൂ എന്നായിരുന്നു ബ്രഹ്മദേവന്റെ വരം. അപ്പൊ ശിവപാർവതി വിവാഹം നടക്കേണ്ടത് അനിവാര്യമായി തീരുകയും അതിനായി ദേവന്മാര് പരാശക്തിയെ ആരാധിച്ചെന്ന് ദേവി ഭാഗവതം പറയുന്നുണ്ട്. നമ്മൾ കേട്ടതാണ്. അപ്പോ ദേവി എന്നാണ്? ദേവി ചൈത്രമാസത്തിലെ നവമി തിഥിയും വെള്ളിയാഴ്ചയും ഒത്തുചേർന്ന ദിനത്തില് ദേവന്മാർക്ക് മുമ്പില് ഭുവനേശ്വരി രൂപത്തില് ആവിർഭവിച്ചു. വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ചൈത്രമാസത്തിലെ നവമി തിഥിയും വെള്ളിയാഴ്ചയും. എന്താ പറയാ, ആ അത്രയ്ക്ക് ഒരു കോടി സൂര്യന്റെ പ്രഭയോടുകൂടി ദേവിയുടെ രൂപം വളരെ എന്താ പറയാ വിശദീകരിച്ച് തന്നെ ദേവി ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ കരുണാമൂർത്തിയായിരിക്കുന്ന ഭുവനേശ്വരിയെ കണ്ട് ദേവകൾ എന്താ സാദരം പ്രണമിച്ചു. കാരണം അവര് ദേവിയെ എന്താ പറയാ ഉപാസിച്ച് തപസ് ചെയ്ത് വരം നേടാൻ വേണ്ടിയിട്ടാണ് അവര് തപസ് ചെയ്തത്. അപ്പൊ ദേവി അതിൽ പ്രസാദിച്ചിട്ടാണ് പ്രത്യക്ഷമായത്. അവർക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. കാരണം അമ്മ ജഗദംബിക എന്ന് പറഞ്ഞ് അമ്മയുടെ കേശാധിപാതി വർണ്ണന ചെയ്യുന്നുണ്ട്. അപ്പോ ആ ദേവിയെ അവരെന്ത് ചെയ്തു? സാദരം നമസ്കരിച്ചു. ഒന്നും ഉരിയാടാനാവാതെ അവര് നിറ കണ്ണുകളുമായിട്ട് നിന്നു എന്നാ പറയുന്നത്. ഒടുവിൽ ഒരുവിധം ധൈര്യം സംഭരിച്ച് ഭക്തി നമ്രരായിട്ട് പ്രേമാശ്രുപൂർണ്ണ നേത്രങ്ങളോടുകൂടി അവര് ദേവിയെ സ്തുതിച്ചു. വളരെ വളരെ വിശേഷപ്പെട്ട എന്താ പറയാ ഒരു സ്തുതിയാണ്. ഇതിൽ ഈ 2 വരിയെങ്കിലും ദിവസവും പറയുന്നത് വളരെ വിശേഷമാണ്. നമോ ദേവിയെ മഹാദേവിയെ ശിവായേ സതതം നമഃ, നമ പ്രകൃതിയെ ഭദ്രായേ നിയതാ പ്രണതാസ്മതാം. അതിന്റെ കൂടെ തന്നെ താമഗ്നിവർണ്ണാം തപസാ ജ്വലന്തിയും വൈരോചനീം കർമ്മ ഫലേഷു ജുഷ്ടാം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേസു തരസി തരസേ നമഃ. ഇത് പറയുന്ന എന്താ? കാരണം നമോ ദേവിയെ മഹാദേവിയെ ശിവായേ, അർത്ഥം അറിയാം. നമ പ്രകൃതിയെ, ഇതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഈ പ്രകൃതിയായിരിക്കുന്ന അല്ലയോ അമ്മേ, ഭദ്രായേ ഭദ്രത്തെ കൊടുക്കുന്നവളെ, നിയതാ പ്രണതാസ്മതാം ഞാനിതാ അമ്മയെ നമസ്കരിക്കുന്നു, അമ്മ എന്നെ രക്ഷിക്കണേ. അതിന്റെ കൂടെ തന്നെ ഈ താമഗ്നി വർണ്ണം, ഈ എന്താ പറയുക ദുർഗാ സൂക്തം എന്നറിയപ്പെടുന്ന ആ ദുർഗാ സൂക്തത്തിന്റെ ആദ്യത്തെ 4 വരികളാണ് തൃഷ്ടുപ്പ് മന്ത്രമായിട്ട് അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലാ ദോഷങ്ങളും, നമ്മളിപ്പോ ക്ഷേത്രത്തിൽ ചെന്നാല് തൃഷ്ടുപ്പ് പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്. ദുർഗാ തൃഷ്ടുപ്പ് മന്ത്രം വളരെ വളരെ വിശേഷമാണ്. അവര് ഈ 4 വരി ജപിച്ചിട്ടാണ് തൃഷ്ടുപ്പ് പുഷ്പാഞ്ജലി ചെയ്യുക. ഇത് വെച്ചിട്ട് ദേവിക്ക് അർച്ചന ചെയ്യുന്നതൊക്കെ വളരെ വിശേഷമാണ്. മാത്രമല്ല എപ്പോഴും ഈ നാമം എന്നും സന്ധ്യ സമയത്തും രാവിലെയും ജപിച്ചാല് ഭുവനേശ്വരിക്ക് വളരെ പ്രസന്നയാകുന്ന പറയണേത്. നമോ ദേവിയെ മഹാദേവിയെ ശിവായേ സതതം നമ പ്രകൃതിയെ ഭദ്രായേ നിയതാ പ്രണതാസ്മതാം താമഗ്നിവർണം തപസാ ജ്വലന്തിയും വൈരോചനീം കർമ്മ ഫലേഷു ജുഷ്ടാം ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ
സുതരസി തരസേ നമ. അമ്മ എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് തരണം ചെയ്യിപ്പിച്ചാലും വൈരോചിനിയും സൂര്യമണ്ഡല മധ്യത്തിൽ ഇരിക്കുന്ന അല്ലയോ അമ്മേ, എന്റെ ഹൃദയമണ്ഡലത്തിൽ ഇരിക്കുന്ന ദേവി, എല്ലാത്തിനും കർമ്മ ഫലങ്ങള്, ഓരോ കർമ്മത്തിനും അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ കൊടുക്കണ ദേവി ദുർഗാദേവി, അമ്മേ ഞാനിതാ ശരണമഹം, ഞാനിതാ ശരണാഗതി ചെയ്യുന്നു, അമ്മ എന്നെ രക്ഷിച്ചാലും. അപ്പോ നമ പ്രണവ സ്വരൂപായ നമോ ഹ്രീങ്കാരമൂർത്തയെ നാനാമന്ത്രാത്മികായെ തേ കരുണായതേ നമ. ദേവിയെ സ്തുതിക്കുകയാണ്. പ്രണവ സ്വരൂപമായിരിക്കണം അല്ലയോ അമ്മേ, കാരണം ആദിപരാശക്തിയായിട്ട് ആദ്യമായിട്ട് പ്രകൃതിയായിട്ട് അവതരിക്കുകയാണ് അമ്മ അല്ലെ. ഹ്രീംകാരത്തിന്റെ മൂർത്തിയായിട്ടിരിക്കണം, എല്ലാ മന്ത്രത്തിന്റെയും ഇരിപ്പിടമായിരിക്കണം. നാനാമന്ത്രാത്മികായേ കരുണായേ നമോ നമഃ. അമ്മ കരുണയോടുകൂടി അല്ലയോ അമ്മേ എന്നെ അനുഗ്രഹിച്ചാലും. ദേവകളുടെ ഈ സ്തുതി കേട്ട് ദേവി പറയാണ്, വരതയും ഭക്തന്മാർ ആഗ്രഹിക്കുന്ന നൽകുന്ന കൽപ്പവൃക്ഷമായിരിക്കുന്ന ഞാൻ ഉള്ളപ്പോ ഭക്തരായ നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ദേവി ചോദിക്കുകയാണ്. നോക്കൂ, അമ്മയെ സ്തുതിച്ചപ്പോ അമ്മയ്ക്ക് അത്രയും കരുണയായി. അമ്മ പറയണു, ഞാനെന്താ വരതയാണ്, എന്റെ വരത ഹസ്തങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ആ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷയായിരിക്കുന്നത്. കൽപ്പവൃക്ഷമാണ്, ചോദിക്കുന്നത് എന്തും കൊടുക്കുന്ന ആളാണ് ദേവി അല്ലെ. ഞാൻ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് വേറെ ചിന്തിക്കുന്നത്? എന്റെ ഭക്തരെ ഞാൻ ദുഃഖമാകുന്ന സംസാര സമുദ്രത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. ഇപ്രകാരം ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിഭുതന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വിഷമിക്കരുത്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ മായിക ചിന്ത കൊണ്ടാണ് നിങ്ങൾ എന്നെ അറിയാത്തത്. നിങ്ങൾ എപ്പോ മനസ്സ് തുറന്ന് എന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കി എന്നെ വിളിക്കുന്നു, അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്ന മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ കൽപ്പവൃക്ഷമായിരിക്കും. നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. അപ്പൊ ശിവപുത്രന് മാത്രമേ താരകാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ സതീവിയോഗത്തിന് ശേഷം തപസ്യയായിട്ട് കഴിയുന്ന മഹാദേവന് പുത്രനുണ്ടാവാൻ ദേവി തന്നെ കനിയണം എന്ന ദേവന്മാരുടെ അഭ്യർത്ഥന ദേവി സ്വീകരിച്ചു. അമ്മ പറയാണ്, എന്റെ ശക്തി എനിക്ക് പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാൻ ഞാൻ, എന്റെ ശക്തി ഗൗരിയായിട്ട് ഹിമാലയത്തിൽ ജന്മമെടുക്കും. ഗൗരിയെ ശിവന് പ്രദാനം ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം അവൾ നിറവേറ്റും. ഗൗരിയുടെ പാദകമലങ്ങളിൽ നിങ്ങൾക്ക് ഭക്തി ആദരവുകൾ ഉണ്ടാവട്ടെ. പിന്നീട് ദേവി എന്ത് ചെയ്തു? ദേവി ഹിമാലയ പുത്രിയായിട്ട് അവതരിച്ചു എന്ന് പറയണു, പാർവതിയായിട്ടല്ലേ. എന്നിട്ട് അമ്മ ശിവഭക്തിയായിട്ട് മാറി ശിവപാർവതി പുത്രനായിരിക്കുന്ന സുബ്രഹ്മണ്യൻ താരകാസുരനെ നിഗ്രഹിച്ച് ദേവകളുടെ ദുരിതം നീക്കുകയും ചെയ്തു. അപ്പൊ ഭുവനേശ്വരി ദേവിയുടെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കഥ ദേവി ഭാഗവതത്തില് ആ ദ്വാദശ സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിൽ പറയാറുണ്ട്. ഇത് വളരെ കേനോപനിഷത്തിലുമൊക്കെ ഇത് പറയാറുണ്ട്. അപ്പൊ പണ്ട് മതോദ്ധതൻ എന്നു പേരുള്ള ഒരു ദൈത്യ രാജാവ് ഉണ്ടായിരുന്നുവെന്നും പരാക്രമിയായിരിക്കുന്ന ആ ദൈത്യൻ 100 വർഷം ദേവന്മാരുമായിട്ട് ഘോര യുദ്ധം നടത്തിയെന്നും പരാശക്തിയുടെ കൃപ കൊണ്ട് ഒടുവിൽ ദേവന്മാർ യുദ്ധം ജയിച്ചു. വിജയത്തില് ഉന്മത്തരായിരിക്കുന്ന ദേവന്മാര് ആഘോഷങ്ങൾ ആരംഭിച്ചു. വിജയത്തിന് യഥാർത്ഥത്തിൽ സഹായിച്ച പരാശക്തിയെ അവര് മറന്നുപോയി. അപ്പൊ തങ്ങളുടെ ശക്തി വിശേഷത്താലാണ് തങ്ങൾ യുദ്ധം ജയിച്ചതെന്ന് ഇന്ദ്രാദി ദേവകള് മുനിമാരോടും മറ്റും പറഞ്ഞ് വളരെ വീമ്പടിച്ചു. കാരണം അത് ദേവിയാണ് അതിന്റെ പുറകിലെ ശക്തി എന്നുള്ളത് അവര് മറന്നുപോയി. അങ്ങനെ അവർക്ക് അവരുടെ ഉള്ളിലെ അഹങ്കാരം ഉണ്ടായി. ഇവരുടെ അഹങ്കാരം തീർക്കാൻ ദേവി തീരുമാനിച്ച് എന്ത് ചെയ്തു? ദേവന്മാരുടെ സമീപത്ത് സൂര്യകോടി പ്രകാശത്തോടും ചന്ദ്രകോടി ശീതളിമയോടും കൂടി സഹസ്രകോടി ആ വിദ്യുത് സമാനമായിരിക്കുന്ന അരുണദീപ്തിയോടുകൂടിയ ഒരു യക്ഷരൂപം എന്ന് പറഞ്ഞാൽ യജനീയമായിരിക്കുന്ന തേജസ് എന്ന അർത്ഥം. ഇങ്ങനെ സഹസ്രകോടി പ്രകാശമുള്ള ഒരു യക്ഷരൂപമായിട്ട് പ്രത്യക്ഷമായി. ഈ തേജസ് കണ്ട് ദേവാദികളെല്ലാം പരിഭ്രമിച്ചു. ഒടുവിൽ ഈ തേജസ്സിന്റെ യഥാർത്ഥ സ്വഭാവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സകലതിനെയും ചുട്ടരിക്കാൻ കഴിവുള്ള അഗ്നിദേവനെ ദേവകൾ പറഞ്ഞയച്ചു. അപ്പൊ ആ തേജസ്സിന് അടുത്തെത്തി അഗ്നിദേവൻ സ്വയം പരിചയപ്പെടുത്തി. അല്ലയോ തേജസ്സേ, നീ ആരാണ്? നീ യക്ഷനാണെന്ന് പറയുന്നു, നീ ആരാണ്? നിന്റെ യഥാർത്ഥ രൂപം എനിക്ക് വെളിപ്പെടുത്തിയാലും. ഞാൻ അഗ്നിദേവനാണ്. അഹങ്കാരത്തോടുകൂടി അഗ്നി പറയാണ്, ഞാൻ അഗ്നിദേവനാണ്, നിനക്കെന്നെ അറിയില്ലേ? ഈ ലോകത്തിലെ സമസ്ത വസ്തുക്കളും ക്ഷണനേരം കൊണ്ട് ചാമ്പലാക്കുന്നവനാണ് ഞാൻ. അഹങ്കാരപൂർവ്വമുള്ള വാക്കുകൾ കേട്ട് തേജസ്സിൽ നിന്നൊരു അശരീരി ഉണ്ടായി. അപ്പൊ അങ്ങ് അത്രയും വലിയ ആളാണെങ്കിൽ ഭവാൻ ഒരു കാര്യം ചെയ്യൂ. ഭവാൻ അത്രയ്ക്ക് ശക്തനാണെങ്കിൽ ഞാനിതാ ഒരു പുൽക്കൊടി ഇതാ ഈ മുമ്പിലോട്ട് ഇട്ടേക്കാം, അതൊന്ന് കരിച്ചു കളയുക.
എങ്കിൽ അങ്ങ് ശക്തനാണെന്ന് ഞാൻ അംഗീകരിക്കാന്ന് പറഞ്ഞ് അഗ്നിദേവൻ എന്ത് ചെയ്തു? ഒരു ചെറിയ പുൽക്കൊടി വന്ന് അഗ്നിദേവന്റെ മുമ്പിൽ വീണു. അപ്പൊ അഗ്നിദേവൻ തന്റെ സർവ്വശക്തി പ്രയോഗിച്ചു. പക്ഷെ പുൽനാമ്പിന് ഒന്നും സംഭവിച്ചില്ല. ഒരു ചെറിയ പുൽക്കൊടിയെ കരിക്കാനുള്ള ശക്തി പോലും അഷ്ടദിക്പാലകരിൽ ഒരാളായിരിക്കുന്ന അഗ്നിക്ക് സാധിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല അവിടെ. പരാജിതനായിട്ട് അഗ്നി മടങ്ങി ഇന്ദ്രന്റെ അടുത്ത് വിവരം പറഞ്ഞു. തുടർന്ന് ഇന്ദ്രൻ എന്ത് ചെയ്തു? സകല ചരാചരങ്ങളുടെയും പ്രാണനായിരിക്കുന്ന വായുദേവനെ അയച്ചു. കാരണം പ്രപഞ്ചം നിലനിൽക്കാൻ കാരണം അഗ്നി വായു ഒക്കെയാണ് അല്ലേ? അപ്പൊ വായുദേവൻ എന്ത് ചെയ്തു? ആ വായുദേവനും അഗ്നിയെ പോലെ അഹങ്കാരത്തോടു കൂടി യക്ഷന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ സകലതിനെയും ക്ഷണനേരത്തിൽ പറത്തി കളയുന്ന ആളാണ്. ആ ആളെ വായുദേവനാണ് ഞാൻ. അതേപോലെ ഇദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് നേരത്തെ പോലെ തന്നെ തേജസ് പുറത്തേക്ക് വരികയും പറഞ്ഞു, ഞാനൊരു ചെറിയ പുൽനാമ്പ് ഇവിടെ ഇടാം. ഒരു ചെറിയ പുൽക്കൊടിയാണ്. അങ്ങക്ക് അത്രയും ശക്തിയാണെങ്കിൽ അങ്ങ് ഈ പറയുന്ന എന്താ പറയാ, ഈ പുൽനാമ്പിനെ ഒന്ന് പറത്തി കാണിച്ചു തന്നാലും എങ്കിൽ അങ്ങാണ് ശക്തനെന്ന് ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. പക്ഷെ വായുദേവൻ എന്ത് ചെയ്തു? ആ എന്താ പറയാ, പുൽക്കൊടി ഇട്ട ശേഷം ആ തേജസ് അവിടെ നിൽക്കുകയാണ്. പുൽനാമ്പിനെ എത്രയധികം ശക്തി, കൊടുങ്കാറ്റിന്റെ രൂപത്തില് വരുന്ന വായുദേവൻ തന്റെ ശക്തി മുഴുവനും പ്രയോഗിച്ചിട്ടും ആ പുൽനാമ്പിനെ അവിടുന്ന് ഒരു ശകലം പോലും അതിനെ എടുത്ത് മാറ്റുവാനോ ഒന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. അപ്പോ വായുദേവൻ പരാജിതനായി. ഇനി സർവശക്തനായിരിക്കുന്ന ഇന്ദ്രനെ തന്നെ പോവാം. ബാക്കിയുള്ളവരെല്ലാം പരാജിതരായി കഴിഞ്ഞല്ലേ? അപ്പൊ തേജസ്സിനെ അറിയണമെങ്കിൽ ഇനി ഇന്ദ്രൻ തന്നെ പോണം. അപ്പൊ ദേവാദികളുടെ വാക്കുകളൊക്കെ ശ്രവിച്ചിട്ട് അവസാനം ഇന്ദ്രൻ വിചാരിച്ചു, ശരി ഞാൻ തന്നെ പോവാം, ഞാനാണല്ലോ ഇവരുടെയൊക്കെ രാജാവ്, ഞാൻ പോയിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അഹങ്കാരപൂർവ്വം ദേവേന്ദ്രൻ ഈ തേജസ്സിന്റെ മുമ്പിൽ വന്നു. ഇന്ദ്രൻ വന്നതും ഈ തേജസ് അപ്രത്യക്ഷമായി. അപ്പൊ അഹങ്കാരപൂർവ്വം വന്നു അല്ലെ? അതുകൊണ്ടാണ് ആ തേജസ് അവിടെ നിൽക്കുക. ഇന്ദ്രനോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അപ്പോ ഇന്ദ്രൻ വന്നുടനെ തന്നെ തേജസ് അപ്രത്യക്ഷമായപ്പോ ഇന്ദ്രന് വളരെയധികം ദുഃഖം ഉണ്ടായി. ഇത് കർത്തവ്യ മൂഢനായിട്ട് ഇന്ദ്രൻ നിന്ന് വളരെ വിഷമത്തോടു കൂടി നിന്നപ്പോ ഒരു അശരീരി കേട്ടു, അല്ലയോ ഇന്ദ്ര, മായാബീജം ജപിക്കൂ, അതില് നിനക്ക് നന്മയുണ്ടാകുന്ന ഒരു അശരീരി കേട്ടു. ഹ്രീംകാരം എന്ന് പറയുന്ന നിനക്ക് മായയിൽ നീ മധോന്മത്തനായി പോയി, നീ അഹങ്കാരം വന്നു പോയി, അതുകൊണ്ട് നീ ഈ ബീജം ജപിക്കൂ, നിനക്ക് തീർച്ചയായിട്ടും ആ മായാബീജം നിനക്ക് നിനക്ക് ഈ കാണുന്നതിന്റെ എല്ലാം യഥാർത്ഥ സ്വരൂപം അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് ഇത് കേട്ട ദേവേന്ദ്രൻ എന്ത് ചെയ്തു? പ്രേംകാരം ജപിച്ചു എന്നാ പറയണത്. എത്രയാ? ലക്ഷം വർഷം, അനേക ലക്ഷം വർഷം ധ്യാനം ചെയ്ത ഇന്ദ്രന്റെ മുമ്പില് ഒരു ദിവസം ദേവി ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയില് പ്രത്യക്ഷ. അപ്പൊ ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നവമി തിഥിയാണ്, 9ാമത്തെ ദിവസം ഇല്ലേ? 9 ആവരണങ്ങൾ കടന്നിട്ട് 9ാമത്തെ ദിവസമാണ് പൂർണ്ണതയിൽ എല്ലാവരും എത്തുക. അപ്പൊ ദേവി ശുക്ലപക്ഷ നവമിയില് ഇന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷയായി. നവ യൗവന യുക്തയായിട്ട് കോടി ബാല സൂര്യപ്രഭയോടുകൂടി ആ ഒരു ചന്ദ്രാർത്ഥാങ്കിതമായിരിക്കുന്ന കിരീടത്തോടുകൂടും തുങ്കസ്ഥനത്തോടും 3 നേത്രങ്ങളോടുകൂടിയും നാനാഭരണ വിഭൂഷണങ്ങളോടുകൂടിയും മല്ലികമാല ധരിച്ചും പാശ അങ്കുശ വരദാഭയങ്ങളോടുകൂടിയും കോമളാംഗിയായിരിക്കുന്ന ഉമാ ഹൈമവതി രൂപത്തിലാണ് ദേവി ഇന്ദ്രന് മുമ്പില് അവതരിച്ചത്. നിർവ്യാജ കരുണാമൂർത്തിയും സർവകാരണകാരണിയുമായിരിക്കുന്ന ദേവിയെ ദർശിച്ച ദേവേന്ദ്രൻ രോമാഞ്ചത്തോടുകൂടിയും പ്രേമ അശ്രുപൂർണ നയനങ്ങളോടുകൂടിയവനായിട്ട് ജഗദംബിയുടെ പാദങ്ങളില് ദണ്ഡ നമസ്കാരം ചെയ്ത് വീണ്ടും വീണ്ടും കരഞ്ഞു, അമ്മേ പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ. അപ്പോ എന്നിട്ട് ദേവിയെ വിവിധ സ്തോത്രങ്ങൾ കൊണ്ട് ഇന്ദ്രൻ സ്തുതിക്കുകയാണ്. ഇന്ദ്രൻ പറഞ്ഞു, അല്ലയോ സുശോഭനയായിരിക്കുന്ന ദേവി, ഈ ഇവിടെ ആദ്യമായിട്ടാ ഞങ്ങളൊക്കെ കണ്ട പ്രാദുർഭവിച്ച യക്ഷൻ ആരാണ്? ഒന്ന് പറഞ്ഞു തന്നാലും. കാരണം ആ യക്ഷൻ ആരാന്ന് അറിയാനാണല്ലോ എല്ലാവരും വന്നത്. അതുകൊണ്ട് ആ യക്ഷൻ ആരാണ്? ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എനിക്കത് അറിയാതെ പോയത്? അത് അവിടുന്ന് തന്നെ ആയിരുന്നു. എനിക്ക് എന്താണോ പറ്റിയതെന്ന് എനിക്ക് അറിയില്ല. അമ്മ എന്നോട് പുറത്താലും എന്ന് പറഞ്ഞു വീണ്ടും 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 ദേവിയെ സ്തുതിച്ചു. അപ്പൊ ദേവി പറഞ്ഞു, മായാധിഷ്ഠാനവും സർവസാക്ഷിയും നിരാമയവുമായിരിക്കുന്ന കാരണവുമായിരിക്കുന്ന എന്റെ ബ്രഹ്മരൂപം ഇതാണ്. വേദാർത്ഥങ്ങൾക്കെല്ലാം തന്നെ കാതലായതും ബ്രഹ്മജ്ഞന്മാരെല്ലാം വാഴ്ത്തുന്നതും മോക്ഷേച്ഛുക്കൾക്ക് ഇച്ഛയായി വിളങ്ങുന്നതുമായിട്ടുള്ള തത്വം സംഗ്രഹിച്ച് ഞാൻ പറയാം. ദേവി പറയണ എന്താണ്? ദേവിയുടെ സർവകാരണമായിരിക്കുന്ന ബ്രഹ്മരൂപം ഇതാണ്. അപ്പൊ മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് എന്റെ തത്വം ഞാൻ പറഞ്ഞു തരാന്ന് പറയണം. അല്ലയോ ഇന്ദ്ര,
ഓം എന്നും ഹ്രീം ഇനിയാണ് തത്വം പറയുന്നതാണ്. ശരിക്കും ഭുവനേശ്വരിയുടെ തത്വമാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിനോട് പറയണം. നമ്മുടെ മനസ്സാണ് ഈ കൽപ്പനകളെല്ലാം ഉണ്ടാക്കുന്നത്, അഹങ്കാരം ഉണ്ടാക്കുന്നത് എല്ലാം, അല്ലെ? നമ്മുടെ മനസ്സിനോടാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാരണം മനസ്സിലാണ് ചിന്തകൾ ഉണ്ടാവുന്നത്. ഇന്ദ്രനോട് പറയാണ്, ഇന്ദ്ര, ഓം എന്നും ഹ്രീം എന്നുമുള്ള ബീജാക്ഷരങ്ങൾ ഏകാക്ഷര ബ്രഹ്മമാകുന്നു. അല്ലയോ സുരോത്തമ, ഈ രണ്ട് ബീജങ്ങളും എന്റെ മുഖ്യമന്ത്രങ്ങളാകുന്നു. അമ്മ ഓംകാര സ്വരൂപിണിയാണ്, ഹ്രീംകാര സ്വരൂപിണിയാണ്. ഇത് രണ്ടും എന്റെ മുഖ്യമന്ത്രങ്ങൾ തന്നെയാണ്. ഈ വിശ്വമെല്ലാം ഞാൻ എന്താ പറയാ, ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ചമയ്ക്കുന്നത്. അതിലൊന്ന് സച്ചിദാനന്ദവും മറ്റേത് മായാപ്രകൃതിയുമാണ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളും. എന്താണ് മഹാമായ, എന്താണ് വിദ്യാമായ, അവിദ്യാമായ എന്നൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് ദേവി തന്നെ പറയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അതിനെ രണ്ട് പാർട്ടുകളായിട്ട്, രണ്ട് ഭാഗങ്ങളായിട്ട് ഉണ്ടാകും. ഒന്നിനെ എന്താ പറയുക, സച്ചിദാനന്ദം എന്നും മറ്റേത് മായാപ്രകൃതി. അപ്പൊ ആ മായ ചിൽ സ്വരൂപമായിരിക്കുന്ന എന്റെ പരാശക്തി തന്നെയാണ്, അല്ലാന്ന് പറയരുത്. കാരണം ഞാൻ തന്നെയാണത്, വേറെ ഒരാളില്ല. ഞാനും ഈ മായയും ചന്ദ്രനും നിലാവും പോലെ സാമ്യാവസ്ഥയിലാണ് ഇരിക്കുന്നത്. ചന്ദ്രൻ ഇല്ലെങ്കിൽ നിലാവില്ല, നിലാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനുണ്ട്. അപ്പൊ ഈ മായ എന്ന് പറഞ്ഞാൽ ദേവി ഉണ്ടെങ്കിലേ മായയുള്ളൂ, മായ ഇല്ലെങ്കിൽ ദേവിയും ഇല്ല, ദേവി ഉള്ളത് കൊണ്ട് മായയാണ്, അല്ലെ? അപ്പൊ ഞാനും ഈ മായയും അഭിന്നമാണെന്നറിഞ്ഞാലും ഈ മായാസ്വരൂപം ഞാൻ തന്നെയാണ്. പ്രളയത്തില് ഈ മായ വിലയിക്കുന്നത് എന്നിൽ തന്നെയാണ്. മായ വേറെ ഒരിടവും പോകുന്നില്ല. മായ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വന്നിട്ട് ലയിക്കുന്നത് ദേവിയിൽ തന്നെയാണ്. പിന്നീട് കർമ്മ പരിഭാഗം കൊണ്ട് ലോകം ചമയ്ക്കുവാനായിട്ട് അവ്യക്തത്തിൽ നിന്ന് ഞാൻ വീണ്ടും വ്യക്തഭാവം കൈക്കൊള്ളും, അല്ലെ? എല്ലാം പ്രളയ അവസാനം എന്താ? എല്ലാം ദേവിയുടെ ആ ഒരു എന്താ പറയാ, നിത്യമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന രൂപത്തില് ആ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് പോകും. ആ ദേവി ഇതെല്ലാം കൊണ്ട് ശിവന്റെ ഉള്ളിലേക്ക്, ആ പ്യുവർ ബോധതലത്തിലേക്ക് ദേവി മറയും. അപ്പൊ ഈ മായയും എവിടെ പോകും? ദേവിയുടെ കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഞാൻ എപ്പോഴാണോ സൃഷ്ടി ചെയ്യാൻ തുടങ്ങുന്നത്, എന്നിലൂടെ ഞാൻ എപ്പോ പുറത്തു വരുന്നോ അപ്പൊ ഈ മായയും പുറത്തു വരും. അപ്പോ മായ എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണ്ട. അപ്പൊ ദേവിയും മായയും അഭിന്നയാണ്. അപ്പൊ എന്റെ അന്തർമുഖാവസ്ഥയെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. കാരണം പ്രകടമായിരിക്കുന്നതെല്ലാം നമ്മൾ എന്താ പറയുന്നത്, കാണപ്പെടുന്ന വസ്തുക്കൾ, അല്ലെ? അപ്പൊ ദേവിയുടെ അന്തർമുഖമായിട്ട് ദേവിയുടെ ഉള്ളിലിരിക്കുന്ന തത്വം എന്താണ്? മായാ തത്വമാണ്. ആ മായ ബഹിർമുഖമാകുമ്പോൾ അതിനെ തമസ് എന്ന് പ്രകീർത്തിക്കപ്പെടുന്നു. അതിനാണ് തമസ് എന്താണ്? അവിദ്യ. കാണപ്പെടുന്നതല്ല സത്യമാണ്, ശരീരം സത്യമാണ്, ജഗത്ത് സത്യമാണ്. പക്ഷെ അമ്മയുടെ ഉള്ളിലിരിക്കുമ്പോൾ അത് വിദ്യാമായായിട്ടും പുറത്തു വരുമ്പോൾ അതിനെ തമസ്സായിട്ടും കാണുന്നു. അപ്പൊ ബഹിർമുഖാവസ്ഥ പൂണ്ട തമോ രൂപത്തിൽ നിന്ന് സൃഷ്ടിയുടെ ആദ്യത്തില് സത്വ രജസ് തമസ്സുകൾ ഉണ്ടാകുന്നു. ഇനി ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ബഹിർമുഖമായിട്ട് വന്നിരിക്കുന്ന ആ ദേവിയുടെ മായ പുറത്തു വന്നിട്ട് എന്തായിട്ട് തീരുന്നു? മായ 3 ഗുണങ്ങളുടെ രൂപം കൈക്കൊള്ളുന്നു. ആ ഗുണങ്ങളുടെ പേരാണ് സത്വം, രജസ്, തമസ്. അപ്പോ ത്രിഗുണാത്മകയാണ് ദേവി. അപ്പോ ഈ ത്രിഗുണാത്മകന്മാര് ആദ്യം 3 ശക്തികളെയാണ് ദേവി ഉണ്ടാക്കുന്നത്. അവരുടെ പേരാണ് രുദ്രൻ, വിഷ്ണു, ബ്രഹ്മദേവൻ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ 3 പ്രവർത്തികൾക്ക് വേണ്ടി തന്റെ ഉള്ളിൽ നിന്ന് മായ പുറത്തു വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ തമസിന്റെ രൂപം കൈക്കൊണ്ട് സൃഷ്ടിയിലെ ആദ്യത്തെ 3 ഗുണങ്ങളെ ഉണ്ടാക്കുന്നു. ബ്രഹ്മാവ് രജോ ഗുണ രൂപനായിട്ടും രുദ്രൻ തമോ ഗുണ രൂപനായിട്ടും ബ്രഹ്മദേവൻ സ്ഥൂലദേഹവും വിഷ്ണു ലിംഗദേഹവും രുദ്രൻ കാരണദേഹവുമായിട്ട് തീരുന്നു. അപ്പൊ തുരീയമായ ആത്മാവ് ഞാൻ തന്നെയാണ്. ഈ തുരീയ അവസ്ഥയിലിരിക്കുന്ന നമ്മുടെ ആത്മാവ് എന്താ? ദേവി തന്നെയാണ് എന്ന് പറയാണ്. അപ്പൊ സാമ്യാവസ്ഥയിൽ വർത്തിക്കുന്ന സർവാന്തർഗത രൂപയും തുര്യാതീതയും രൂപഹീനവുമായിരിക്കുന്ന ബ്രഹ്മവും ഞാൻ തന്നെയാണ്. വളരെ വ്യക്തമാണ്, അല്ലെ? നാമരൂപങ്ങളായിട്ടിരിക്കുന്നതും അതിനതീതമായിട്ടിരിക്കുന്ന ആത്മാവായിട്ടിരിക്കുന്നതും ദേവി തന്നെയാണ്. അപ്പൊ നിർഗുണം, സഗുണം, ഇങ്ങനെ 2 വിധം ഞാൻ അറിയപ്പെടുന്നു. ഞാൻ എങ്ങനെയൊക്കെ അറിയുന്നത്? നിർഗുണ സ്വരൂപം എന്ന് പറഞ്ഞാലും ദേവി, സഗുണ സ്വരൂപം എന്ന് പറഞ്ഞാലും. അതുകൊണ്ടാണ് നമ്മളോട് എന്താ പറയുന്നത്? സഗുണമായിരിക്കുന്ന ദേവിയുടെ രൂപത്തെ ആരാധിക്കും. നിർഗുണം നമുക്ക് പറ്റില്ല, കാരണം നമ്മുടെ മനസ്സ് നിൽക്കില്ല.
ശരീരമുള്ളപ്പോൾ നമുക്ക് ഗുണം ഉള്ള രൂപത്തിലുള്ള ദേവിയെ ആരാധിച്ചാലും തീർച്ചയായിട്ടും എന്നിൽ എത്തിച്ചേരാം എന്ന് ദേവി പറയുന്നുണ്ട്. അപ്പൊ എന്റെ തന്നെയാണ് രണ്ട് രൂപങ്ങളും. നിർഗുണം എന്ന് പറയുന്നത് മായാരഹിതമാണെന്ന് മാത്രം. നിർഗുണം എന്ന് പറഞ്ഞാൽ അവിടെ മായയില്ല. എന്താ ഗുണങ്ങള്? ഗുണങ്ങളാണ് നാമരൂപങ്ങളെ ഉണ്ടാക്കുന്നത്. നിർഗുണമായിരിക്കുന്നതിനകത്ത് ഒന്നുമില്ല. അതിനാണ് നിഷ്കളം, നിർവികൽപ്പം, നിരാകാരം എന്നൊക്കെ പറയുന്നത്. ശിവൻ അതാണല്ലേ. അപ്പോ നിർഗുണം എന്ന് പറഞ്ഞാല് മായാരഹിതമാണ്, സഗുണം എന്ന് പറഞ്ഞാല് മായ ഉള്ളതാണ്, മായോപഹിതമാണ്, മായയിൽ ആവരണപ്പെട്ടതാണ് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ സകല ബ്രഹ്മാണ്ടങ്ങളെയും സൃഷ്ടിച്ച് അതിനുള്ളിൽ ഇരുന്ന് കർമ്മവാസനയ്ക്ക് അനുരൂപമായിട്ട് ജഗത്തിനെ ചേഷ്ടിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ ആത്മാക്കളായിരിക്കുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരെ സൃഷ്ടി, സ്ഥിതി, ലയങ്ങൾക്കായി പ്രേരിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അവര് പഞ്ചപ്രേതങ്ങളായിരിക്കുന്നവര് പഞ്ചബ്രഹ്മങ്ങളായിട്ട് തീരുന്നത്. അമ്മ അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ ശക്തി കിട്ടുന്നത്, അല്ലെ. അവരെ പ്രേരിപ്പിക്കുന്ന ആരാ? ഞാൻ തന്നെ. അപ്പൊ വായുവും സൂര്യനും എന്നെ ഭയന്ന് സഞ്ചരിക്കുന്നു. അഗ്നിയും യമനും മറ്റുള്ളവരും എന്റെ ആജ്ഞാനുവർത്തികളാകുന്നു. നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചത് എന്റെ പ്രസാദം കൊണ്ടാണ് ദേവന്മാരെ. അത് നിങ്ങൾ മറന്നുപോയി. നിങ്ങളെ ഞാൻ മരപ്പാവയ്ക്ക് തുല്യമായിട്ട് ചലിപ്പിക്കുന്നു. മരപ്പാവ, ഒരു പാവയെ ചലിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ചലിപ്പിക്കുന്ന ആളിന്റെ കയ്യിൽ ചരട് വേണം. പാവയുമായിട്ട് അത് ബന്ധിച്ചിരിക്കണം, അല്ലെ, എന്നാലേ ചലിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ദേവി പറയണം, നിങ്ങളെ ചലിപ്പിച്ച് നിങ്ങൾ വെറും മരപ്പാവകളാണ്. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം, എന്റെ ശക്തി, ആ ശക്തിയാണ് നിങ്ങളിൽ നൂലായിട്ട് കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരിലും അമ്മയുടെ ശക്തിയാണ്. അമ്മ ചലിപ്പിക്കുന്ന വെറും മരപ്പാവകള്, ജഡശക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അമ്മ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളെ ചലിപ്പിക്കുന്നത്, അല്ലെ. അപ്പൊ ദേവി അത് വ്യക്തമായിട്ട് പറയണു. ഞാൻ തന്നെയാണ് നിങ്ങൾ വെറും മരപ്പാവുകളായിട്ടുള്ള നിങ്ങളെ ചലിപ്പിച്ചത് ഞാനാണ്. ഒരിക്കൽ വിജയം ദേവന്മാർക്കും മറ്റൊരിക്കൽ അസുരന്മാർക്കുമായി. അപ്പൊ എന്റെ സ്വേച്ഛയാൽ കർമ്മഗുണങ്ങളായി ഞാൻ നൽകുന്നു. അപ്പൊ സർവാത്മികയായിട്ടുള്ള എന്നെ മറന്ന് നിങ്ങൾ തെറ്റിദ്ധാരണ കൊണ്ട് അഹങ്കരിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് എന്റെ വീര്യം തിരിച്ചെടുത്ത് നിങ്ങൾക്ക് ആശിസ് നൽകുവാൻ യക്ഷരൂപം സ്വീകരിച്ച് വന്നത്. അതിനാല് അല്ലയോ ഇന്ദ്ര, സർവോത്തമനായിരിക്കുന്ന നീ എന്ത് ചെയ്യണം? നീ സർവോത്തമനാണ്, നീ ഏറ്റവും മുഖ്യനാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നീ എന്ത് വേണം? ആ സർവാത്മന ഗർവം നീ ഉപേക്ഷിക്കണം. ഒരിക്കലും അഹങ്കരിക്കരുത്. അവനവൻ്റെതാണ് എന്നൊരു ചിന്ത വേണ്ട. ഇതിന്റെ പുറകില് ചരട് ഞാനാണ് ചെയ്യുന്നത്, ആ ശക്തിയായിട്ടിരിക്കുന്നത് ഞാനാണ്. എന്നിട്ട് എന്ത് വേണം? ആ സച്ചിത് സ്വരൂപിണിയായിരിക്കുന്ന എന്നെ ശരണം പ്രാപിച്ചാലും. ഇത് കേട്ട ഇന്ദ്രാദികളൊക്കെ എന്താ പറയാ? വളരെയധികം പശ്ചാത്താപ വിവശരായിട്ട്, ഈശ്വര, ഞങ്ങൾ എന്താണ് മഹാപാപം ചെയ്തല്ലോ, ഈ അമ്മയെ നമ്മൾ മറന്നുകൊണ്ട് നമ്മുടെ സ്വയമായിരിക്കുന്ന ശക്തിയിൽ അഹങ്കരിച്ചല്ലോ എന്ന് പറഞ്ഞ് അവര് വളരെയധികം പശ്ചാത്താപ വിവശരായിട്ട് അമ്മയെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പൊ ഭുവനേശ്വരി ദേവിയായിരിക്കുന്ന ഉമ അപ്രത്യക്ഷയായി. ഇത് കേട്ടിട്ട് ഗർവ് കൈവടിഞ്ഞ ദേവന്മാര് ദേവീപാദം സ്മരിച്ച് മൂവന്തികളിലും, ആ 3 സന്ധ്യകളിലും, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഗായത്രി മന്ത്രം ജപിച്ച് ആ യജ്ഞഭാഗത്താലും ഓംകാര ഹ്രീംകാര ജപത്താലും എന്നും ഈ പരാമ്പയെ ആരാധിച്ചു പോരുന്നു. അപ്പൊ ഉമാ ഹൈമവതി ഇന്ദ്രന് ബ്രഹ്മവിദ്യയാണ് നൽകിയത്. ആ കേനോപനിഷത്ത് ഈ കഥയുടെ പുനരാഖ്യാനമാണെന്ന് ദേവി ഭാഗവതത്തിൽ ഈ കഥ പറയുന്നുണ്ട്. കാരണം കേനോപനിഷത്തിന്റെ സബ്ജക്റ്റ് ഉമാ ഹൈമവതി എന്ന് പറയുന്ന ദേവിയുടെ ആ ഒരു യക്ഷപ്രശ്നവും ആ ദേവിയുടെ ആ ഒരു ദിവ്യമായിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപവുമാണ്. ഉമാ ഹൈമവതി എന്നാണ് അതിൽ പേരും പറയുന്നത്. അപ്പോ അത് ബ്രഹ്മമായിരുന്നു. അവിടെ വന്നത് ആരായിരുന്നു? ആ ബ്രഹ്മത്തിന്റെ വിജയത്താലാണ് നിങ്ങൾക്ക് ഈ മഹിമയെല്ലാം ഉണ്ടായതെന്ന് ദേവിയുടെ വാക്കുകൾ. അപ്പൊ ഉമ എന്നുള്ള ശബ്ദം എന്താണ്? അകാരം, ഉകാരം, മകാരം കൊണ്ട് നിർമ്മിതമാണ്. അതായത് ഉമാനാമത്താൽ അവതരിച്ചത് ഓംകാരാത്മികയായിരിക്കുന്ന ഭുവനേശ്വരിയാണ് എന്ന് വ്യക്തമാവുന്നു. അപ്പൊ ദേവന്മാർക്ക് മുന്നിലെ തേജസ് പ്രത്യക്ഷമായത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമിയിലാണ്. അപ്പൊ ദേവേന്ദ്രന് ഉമാരൂപത്തില് ഭുവനേശ്വരി ദേവി ദർശനം നൽകിയത് ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിലാണ്. അതിനാൽ ഭുവനേശ്വരി ആരാധിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങൾ ഇത് രണ്ടുമാണ്, നവമിയും ശുക്ലപക്ഷ ദ്വാദശിയും. അപ്പോ എന്താ പറയാ, ഈ ഒരു തലം എന്ന് പറയുന്നത് ദേവി തന്നെ സ്വയം പറയുന്നതായിട്ടാ പറയുന്നത്. അപ്പൊ ദേവിയുടെ വാക്കുകള്, ശക്തി ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദേവി തന്നെ നേരിട്ട് പറയുന്ന വാക്കുകളാണ്. അപ്പോ ശക്തി ഉപാസന ഇല്ലെങ്കിൽ സദാ അധോഗതിയാണ് ഫലം എന്ന് എല്ലാ ശാക്തേയരും, അതായത്
നിത്യ ഉപാസന ശക്തിയെ തന്നെ ചെയ്യണം. കാരണം നമ്മള് പല എന്താ പറയുക സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്. ഗൗതമ ശാപമേറ്റ ദ്വിജന്മാർ കുംഭീഭാഗ നരകത്തിൽ പതിക്കുന്നു. കലികാലത്ത് ഭൂമിയിൽ അവർ ജനിച്ചു. ദേവി ഭാഗവതം 12 സ്കന്ധം ആ 9-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. അവര് ഗായത്രി ഭക്തി ഇല്ല, സന്ധ്യാവന്ദനങ്ങൾ ചെയ്തില്ല, അവരെന്താ ദേവി ജ്ഞാന വിഹീനരായിട്ട് ഭവിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവര് സ്വേച്ഛാധിപതികളായും കാമാചാര തൽപരരായും കാപാലികരായിട്ടും ജൈനന്മാരായിട്ടും ബൗദ്ധരായിട്ടും ചിലർ ജീവിക്കും. പാണ്ഡിത്യം ഉണ്ടെങ്കിലും ദുരാചാര പ്രവർത്തനങ്ങളിൽ ഇവര് എന്താ പറയാ ലംബടരാകും. ഇതിനൊക്കെ കാരണം എന്താ പറയുന്നത്? ശിവോപാസനയോ വിഷ്ണു ഉപാസനയോ ഇവർക്ക് അതില് കലിയുഗത്തിൽ അവർക്ക് ഫലം ചെയ്യുന്നില്ല. വളരെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ശിവനെ ഉപാസിച്ചിട്ടോ വിഷ്ണുവിനെ ഉപാസിച്ചിട്ടോ ഇത് പറ്റുന്നില്ല. അവർക്ക് ഈ പറയുന്ന പാപകൃത്യങ്ങളിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. പിന്നെയോ ശക്തി ഉപാസന ഇല്ലെങ്കിൽ സദാ അധോഗതിയാണ് ഫലമെന്ന് എടുത്തെടുത്ത് പറയണം. അതായത് ദേവിയെ തന്നെ ഭജിക്കുക. ജനമേജയനോട് വ്യാസമഹർഷി പറയാണ്, ഭാവദുഃഖം ഇല്ലാതാക്കുന്നത് ഭുവനേശ്വരി ദേവിയുടെ വാസസ്ഥാനത്തേക്ക്, ആ വാസസ്ഥാനമാണ് മണിദ്വീപം എന്ന് വ്യാസൻ പറയുന്നുണ്ട്. ദേവി ഭാഗവതത്തിലെ മണിദ്വീപം എന്ന് പറയുന്ന സ്ഥലം ഈ ഭുവനേശ്വരി ദേവിയുടെ വാസസ്ഥാനമാണെന്നും ദേവിയെ തന്നെ ഭജിക്കണമെന്നും ജനമേജയൻ, നമുക്കറിയാം അല്ലെ, പാമ്പുകളെയൊക്കെ ഹോമിച്ച ആളാണ് ജനമേജയ യാഗം. അദ്ദേഹത്തോട് പറയാണ്, ഭവദുഃഖം, ജനിച്ച ദുഃഖം, ഈ പ്രപഞ്ചത്തിൽ ശരീരം എടുത്തതിന്റെ ദുഃഖം, ഇത് മാറണമെങ്കിൽ എന്ത് വേണം? ഈ ദേവിയെ തന്നെ ഭജിക്കണം എന്ന് പറയാണ്. അപ്പൊ ദേവി ഭാഗവതം 12 സ്കന്ധത്തിലെ 10 മുതൽ 12 വരെയുള്ള അധ്യായത്തില് ദേവിയുടെ വാസസ്ഥാനമായിരിക്കുന്ന മണിദ്വീപത്തെ, ചിന്താമണി ഗ്രഹത്തെ, വിവിധ അംഗദേവതമാരെ എല്ലാം വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. നമ്മളെ ദേവി ഭാഗവത നവാഹം ചെയ്തപ്പം ആ പൂജകൾ, ചിന്താമണി ഗ്രഹവും അവിടെ ഉള്ള ഇതും വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ ചെയ്തത് ഓർക്കുന്നുണ്ടായിരിക്കാം. ഇത് ഈ ചിന്താമണി ഗ്രഹമാണ്. അപ്പോ കൃതയുഗത്തിന്റെ ആദിയില് ബ്രഹ്മദേവൻ കഠിനമായിട്ട് തപസ്സനുഷ്ഠിച്ചുവെന്നും വിധാതാവിന്റെ തപസ്സിൽ സന്തുഷ്ടയായിട്ട് സൃഷ്ടിശക്തിയും വിശ്വത്തിന്റെ ഉൽപ്പത്തിക്കും ലയത്തിനും യോനിയായവളുമായിരിക്കുന്ന മഹേശ്വരി ചൈത്രമാസത്തെ ശുക്ലപക്ഷ നവമിയിൽ ഉത്ഭവിച്ചുവെന്നും ആ ഒരു ക്രോധരാത്രി എന്ന് സ്മരിക്കപ്പെടുന്ന പരമേശ്വരി സൃഷ്ടി ഉൽപാദന കാര്യാർത്ഥമാണ് പ്രാദുർഭവിച്ചത്. എല്ലാം എപ്പോ നോക്കിയാലും ദേവി സൃഷ്ടിക്ക് വേണ്ടി അമ്മയാണ് അല്ലേ. അമ്മയില്ലാതെ സൃഷ്ടിയില്ല. ദേവി സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അവതരിച്ചത്. ഭുവനേശ്വരി ദേവിയുടെ സൗന്ദര്യത്തെ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം, അതായത് ഭുവനേശ്വരി ധ്യാനം എന്ന് പറഞ്ഞിട്ട് എല്ലാ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലും വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ദേവി ഇരിക്കുന്നത്? അരുണവർണ്ണമാർന്നവളും ഉദിച്ചുയരുന്ന സൂര്യന് തുല്യം ശോഭയോടുകൂടി സമർത്ഥ കേശഭാരത്തോടു കൂടിയവളും കിരീടത്തിൽ ചന്ദ്രക്കല ധരിച്ചവളും ത്രിനയനത്തോടു കൂടിയവളും ചുവന്ന അധരങ്ങളോടുകൂടി മന്ദസ്മിതത്തോടു കൂടിയവളും പാശ അങ്കുശ വരദ അഭയ മുദ്രകളോട് കൂടിയ 4 തൃക്കൈകളോടുകൂടിയും കുങ്കുമ ചന്ദനാദികളാൽ പ്രശോഭിക്കുന്ന തുങ്കകുജത്താലും നാന ആഭരണ ഭൂഷകളോടുകൂടി സിംഹാസനസ്ഥയായിട്ട് പുഷ്പമാല്യധാരിണിയായിട്ട് വിളങ്ങുന്നവളാണ് ഭുവനേശ്വരി. ദേവിയുടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ഈ രൂപം, പ്രപഞ്ചരൂപിണിയായിട്ടിരിക്കുന്ന ഈ രൂപമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട്. ദേവിയുടെ ഇടത് കൈയിൽ എന്താണ്? വരദമുദ്ര, വലത് കൈയില് അഭയമുദ്ര. സദാ ലോകത്തെ പരിപോഷിപ്പിക്കാൻ ദേവി സന്നദ്ധയായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോ പിന്നെ എന്താ? ദേവിയുടെ തുങ്കകുജങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? അമ്മ പോഷിപ്പിക്കുന്നവളാണ്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അമ്മയാണ് അല്ലെ. അത് മാത്രമല്ല, തന്റെ കാരുണ്യമാകുന്ന മുലപ്പാൽ ചുരത്തി ലോകത്തെ പരിപോഷിപ്പിക്കുന്നു. ദേവി ഇരിക്കുന്ന സിംഹാസനം ആ ശിവന്റെ പഞ്ചഭാവങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. ഏതൊക്കെയാണ് ശിവന്റെ പഞ്ചഭാവങ്ങള്? സദ്യോജാതം, വാമദേവം, അഘോരം, തത്പുരുഷം, ഈശാനം. പഞ്ചമുഖ ശിവന്റെ 5 മുഖങ്ങളാണ് ഇല്ലേ. അപ്പൊ ഇതിലെ 4 സിംഹത്തിന്റെ കാലുകളായിട്ടിരിക്കുന്നത് എന്താ പറയാ, ഭഗവാൻ തന്നെയാണ്. ഇരിപ്പടം എന്ന് പറയുന്ന ഈശാനം, അതായത് ഇരിപ്പടം, നമ്മുടെ സദാശിവൻ, നമ്മുടെ ത്രിപുര സുന്ദരി ഇരിക്കുന്നത് ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വര, സദാശിവ അല്ല. ഈ ഇരിപ്പടത്തില് പഞ്ചബ്രഹ്മാസന സ്ഥിതായി നമ. ഇവിടെ ദേവി ഇരിക്കുന്നത്, ദേവി ശിവന്റെ 4 ഭാവങ്ങള്, സദ്യോജാതം, വാമദേവം, അഘോരം, തത്പുരുഷം, 4 കാലുകള് ദേവി ഇരിക്കുന്ന മഞ്ചത്തിന്റെ, അതില് ഈശാനം എന്ന് പറയുന്ന ആ ഒരു ഇരിപ്പടം, മെത്ത, ഇവിടെ ഇരുന്നിട്ടാണ്, ഈ സിംഹാസനത്തിൽ ഇരുന്നിട്ടാണ് ദേവി ലോകചലനങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോ ഭുവനേശ്വരി സങ്കല്പം എന്ന് പറഞ്ഞാല് ത്രിപുര സുന്ദരി സങ്കല്പവുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. രണ്ടുപേരുടെയും വാസസ്ഥാനം മണിദ്വീപമാണ്, ചിന്താമണി ഗൃഹമാണ് അല്ലെ.
അവിടെ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ഇരു ദേവിമാരും പാശ അങ്കുശ ധാരിണികളാണ്. ഭുവനേശ്വരി അരുണവർണവും ത്രിപുരസുന്ദരി സിന്ദൂരവർണവും. ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടും തമ്മിൽ ചുവപ്പിന്റെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അരുണവർണം ചെറിയ ചുവപ്പ് നിറം, മറ്റത് നല്ല ചുവന്ന നിറം. ഭുവനേശ്വരി പഞ്ചശിവാസനത്തിലിരിക്കുന്നു, ത്രിപുരസുന്ദരി പഞ്ചബ്രഹ്മാസനത്തിലിരിക്കുന്നു. രണ്ടും കുറച്ച് വ്യത്യാസങ്ങളെ ഇവർ തമ്മിലുള്ളൂ. ഈ ദേവിമാര് തമ്മിലുള്ള വ്യത്യാസം വളരെ നേർത്തതാണെന്ന് അറിയണം. ത്രിപുരസുന്ദരി ശ്രീവിദ്യ എന്ന് പറയുന്ന ലളിതയെന്നും ഭുവനേശ്വരി ഭുവനേശ്വരി ലളിത എന്ന് പറയുന്ന ദേവിയായിട്ട് അറിയപ്പെടുന്നു. ഭുവനേശ്വരി ലളിത. മറ്റത് ശ്രീവിദ്യ ത്രിപുരസുന്ദരി എന്നാണ്. ലളിതാ ദേവി ത്രിപുരസുന്ദരി ശ്രീവിദ്യ ലളിത, ഇങ്ങനെയൊക്കെയാണ് ദേവിയെ അറിയുന്നത്. അപ്പോ ഭൈരവ തന്ത്രം അനുസരിച്ച് ഭുവനേശ്വരിക്ക് 4 വ്യത്യസ്ത ഭാവങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഭൈരവി, ഭീമരൂപ ച ഭീമാഭി ഭുവനേശ്വരി, ഭക്തിയാബലപ്രദാ ദേവി, നിത്യം വർഷചതുഷ്ടയെ എന്ന് പറയണം. ദേവിയുടെ 4 ഭാവങ്ങൾ വേണം നമ്മൾ എപ്പോഴും കാണാൻ. ഏതൊക്കെയാ? ഭൈരവി, ഭീമരൂപ, ഭീമ, ഭുവനേശ്വരി എന്നിവയാണ് ഭുവനേശ്വരിയുടെ 4 ഭാവങ്ങൾ. അപ്പൊ ഈ 4 ഭാവങ്ങളുടെയും മന്ത്രങ്ങള് പറയുന്നുണ്ട്. ഭൈരവിക്ക് ഓം ഭൈരവിയെ നമ, ഭീമരൂപയ്ക്ക് ഓം ഹ്രീം ഭീമരൂപായൈ നമ, ഭീമയ്ക്ക് ഓം ശ്രീം ഭീമായൈ നമ, ഭുവനേശ്വരി ഓം ഹ്രീം ശ്രീം ക്ലീം ഭുവനേശ്വരിയെ നമ. ഇത് എല്ലാവർക്കും ജപിക്കാം. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ ഭുവനേശ്വരി ദേവിയെ ജപിക്കാൻ ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കി ജപിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകമായിട്ടൊരു ദീക്ഷ, പഞ്ചദശി മന്ത്രത്തിന്റെ ദീക്ഷ പോലെ കിട്ടണമെന്നില്ല. ബാല പഞ്ചദശിയൊക്കെ നമുക്ക് ദീക്ഷയായിട്ട് തന്നെ കിട്ടണം. ഈ മന്ത്രം സാധാരണ ഒരു ദേവി ഭക്തർക്ക് എല്ലാവർക്കും ജപിക്കാന്ന് പറയണു. അപ്പൊ ഭുവനേശ്വരി ഉപാസനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഓം ഹ്രീം നമ ശിവായ. ഇതിനെയാണ് നമ്മൾ ശക്തി പഞ്ചാക്ഷരി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ ഭുവനേശ്വരി മന്ത്രത്തിന്റെ 10-1 നമ്മൾ ജപിക്കണം എന്നാ പറയുന്നത്. വെറും ഹ്രീം ജപിക്കുമ്പോ ഇതിന്റെ കൂടെ എന്ത് ജപിക്കണം? ഇപ്പൊ നമ്മൾ 1000 ഹ്രീം ജപിക്കണമെങ്കിൽ 100 ഓം ശക്തി പഞ്ചാക്ഷരി ജപിക്കണം. എന്താ ശക്തി പഞ്ചാക്ഷരി? ഓം ഹ്രീം നമ ശിവായ. അപ്പൊ എന്താ കാര്യം? ശിവനില്ലെങ്കിൽ ശക്തിയും, ശക്തിയില്ലെങ്കിൽ ശിവനും നിഷ്ക്രിയരാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇവരെ രണ്ടായിട്ട് കാണും, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു ദ്വൈത ഭാവം കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ജപിക്കുന്നത്. അപ്പോ ഓം ഹ്രീം നമശിവായ എന്ന് പറയുന്ന പഞ്ചാക്ഷരി ജപിക്കുമ്പോൾ നിങ്ങൾ ഹ്രീം എന്ന് പറയുന്നത് ഒരു 1000 ജപിക്കുകയാണെങ്കിൽ 100 ഈ പറയുന്ന ശക്തി പഞ്ചാക്ഷരി ജപിക്കണം. പിന്നെ എന്താണ്? മായാബീജം. അപ്പൊ ഭുവനേശ്വരി ദേവിയെ ഉപാസിക്കാനുള്ള ബീജാക്ഷരം എന്താണ്? ഹ്രീംകാരമാണ്, അല്ലെ? അപ്പൊ ഹ്രീംകാരം ജപിച്ച് ഇന്ദ്രൻ ദേവിയെ പ്രത്യക്ഷമാക്കിയ കഥ നമ്മൾ കേട്ടു. അപ്പോ ആ കാരണം എന്താ? ദേവി ഹ്രീംകാരത്തിന്റെ മഹിമ വ്യക്തമാക്കി കൊടുത്ത ദേവി തന്നെയാണ് ഇന്ദ്രനോട് പറഞ്ഞത്, അല്ലെ? എന്നെ ജപിക്കൂ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഹ്രീംകാരം ജപിക്കാനാ പറഞ്ഞത്. അപ്പൊ ഹ്രീംകാരത്തിന്റെ മഹിമ ദേവി തന്നെ ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു. മായാബീജമായിരിക്കുന്ന ഹ്രീംകാരം ഏകാക്ഷര ബ്രഹ്മമാണ്. എന്താ? 2 ബ്രഹ്മത്തെ കുറിച്ചാ പറയുന്നത്. ഒന്ന് ഓംകാര ബ്രഹ്മം, ഒന്ന് ഹ്രീംകാര ബ്രഹ്മം. അപ്പൊ ഈ 2 ബ്രഹ്മം. അപ്പൊ ഈ ഹ്രീംകാരം എന്ന് പറയുന്നത്, ഹ്രീം ഒരു ഏകാക്ഷരമാണ്. അതിൽ 4 എണ്ണം ഉണ്ടെങ്കിലും ഏകാക്ഷര ബ്രഹ്മത്തെയാണ് കാണിക്കുന്നത്. അപ്പൊ ബ്രഹ്മത്തിന്റെ പ്രധാന മന്ത്രം എന്താണ്? പ്രണവമാണ്, ഓംകാരമാണ്, ഇല്ലേ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മള് തന്ത്രശാസ്ത്രം പറയുന്ന പേരാണ് പരശിവൻ, പരഭൈരവൻ എന്നൊക്കെ. വേദങ്ങൾ പറയുന്നതാണ് ബ്രഹ്മം. അപ്പൊ നമ്മൾ ബ്രഹ്മം എന്ന് പറയേണ്ടതല്ല, നമുക്ക് ശിവൻ എന്ന് പറഞ്ഞാൽ മതി, പരശിവൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ആ ശിവന്റെ മന്ത്രമാണ് എന്ത്? ഓംകാരം. അപ്പൊ മായയുടെ മുഖ്യ മന്ത്രം എന്ന് പറയുന്നത് മായാബീജമായിരിക്കുന്ന ഹ്രീംകാരമാണ്. അപ്പൊ തൈത്തരീയ സംഹിതയിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഹ്രീംചതേ ലക്ഷ്മിശ്ച പത്നൗ ഇതി. ഇപ്പൊ ബൃഹദാരണ്യ ഉപനിഷത്തില് എല്ലാ ഉപനിഷത്തുകളിലും എന്താണ് പറയുന്നത്? ഈ മന്ത്രത്തെ തന്നെയാണ് പറയുന്നത്, ഓമും ഹ്രീമും. അപ്പൊ ഇതേ മായാബീജത്തെ തന്നെയാണ് നമ്മള് ജപിക്കാൻ ഭുവനേശ്വരി ബീജമായിട്ട് പറയുന്നത്. രകാരത്തെ ഒഴിവാക്കി ഹ്രസ്വമായിട്ട് ഈകാരത്തിന്റെ കൂടെ സാമവേദത്തിൽ പറയുന്നതാണ് ഹിം. അതിന് ഹ്രീം എന്ന് പറയുന്നില്ല, ഹിം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ പൃഥ്വി ഹീംകാരോ, ആദിത്യോ ഹീംകാരോ, ദൗർഹി ഹീംകാരോ, ഇങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങളെ ഓരോന്നും ഹീംകാരം എന്നാ പറയുന്നത് അവര്. അപ്പൊ ഇത് എന്താണ്? ഹ്രീംകാരം തന്നെയാണ്, വേറെ അല്ല. പ്രജാപതി ഹീംകാര എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഹീംകാരം എന്ന് പറഞ്ഞാല് ഹ്രീം എന്ന് പറയുന്ന മന്ത്രം തന്നെയാണ് എന്ന് പറയണു. അപ്പോ
മായാബീജമായിരിക്കുന്ന ഹ്രീംകാരത്തെ എല്ലാ സംഹിതകളിലും, ഭുവനേശ്വരി സംഹിത, അനേക എന്താ പറയുക ഉപനിഷത്തുകള് എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഈ ഹിംകാരത്തെ മായാബീജമായിട്ട് തന്നെ നമ്മൾ കാണണം. ഹിംകാരവും ഹ്രീംകാരവും രണ്ടും ഒന്നാണ്. അപ്പോ ഈ മായാബീജത്തെ വ്യത്യസ്തമായിട്ട് പറയാറുള്ളത് എപ്പോഴാ? മായാബീജത്തെ നമ്മള് മാലിനി, ശിവവല്ലരി, മായ, മൂർത്തി, കല, വാണി, ബീജ, ശക്തിശ്ച, കുണ്ടലിനി കുണ്ടലി ഇതി. അപ്പൊ ഇതനുസരിച്ച് മായാബീജത്തിന്റെ ഏത് വാക്കുകളുണ്ടോ അതെല്ലാം തന്നെ ഹ്രീംകാരത്തിന്റെ വാക്കുകളാണ്. ബ്രഹ്മവും മായയും അഭിന്നമാണ്, ശിവനും ശക്തിയും അഭിന്നമാണ്. അപ്പൊ ആ താതാത്മ്യമാണ് അദ്വൈതം എന്ന് പറയുന്നതിന്റെ മൂലാധാരം. നമ്മളെല്ലാം അവസാനം ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിൽ പോയെങ്കിൽ മാത്രമേ നാമരൂപങ്ങൾ രണ്ട് ആ രണ്ടിനെ കണ്ട ഞാൻ എന്നുള്ളതും കൂടെ ചേരുമ്പോ എന്തായി? 3 പേരായി. അതിനെയാണ് നമ്മൾ ത്രിപുടി. ഈ ത്രിപുടി ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ബ്രഹ്മവും മായയും അഭിന്നമാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ബ്രഹ്മാണ്ഡ പുരാണ്ടത്തിലെ ഹ്രീംകാരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഈ മായാബീജത്തെയാണ് എന്താ പറയാ എല്ലാവരും വാചക സ്വരൂപമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ താന്ത്രിക പദ്ധതിയില് ബിന്ദു എന്ന് വ്യവഹരിക്കുന്നതിന്റെ മൂല സ്രോതസ് ഈ 2 ബീജങ്ങളുടെ സമ്മിശ്രമായിരിക്കുന്ന രൂപത്തെയാണ്. ഏതൊക്കെയാ? ഓമും ഹ്രീമും. അപ്പൊ ശാരദാ തിലകത്തിലെ ബിന്ദുവിന്റെ ഉൽപ്പത്തിയായിട്ട് ഇത് പറയുന്നുണ്ട്. കാരണം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ്, അതായത് പ്രണവത്തിന്റെ നാഥൻ ശിവനും മായാബീജത്തിന്റെ ദേവത ഭുവനേശ്വരിയുമാണ്. അതുകൊണ്ട് തന്നെ മായാബീജത്തിന്റെ മറ്റൊരു പേരാണ് ഭുവനേശ്വരി ബീജം. മായാബീജത്തിന്റെ വാച്യമാണ് ബിന്ദു. ബിന്ദുവിൽ നിന്നാണ് എന്തൊക്കെ ഉണ്ടാകുന്നത്? ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി പ്രകടമാകുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള 3 ദേവതകളുടെ പേരെന്തൊക്കെയാണ്? രൗദ്രി, ജ്യേഷ്ഠ, വാമ. അല്ലെ? ശ്രീചക്രത്തിലെ ബിന്ദുവിൽ നിന്നുള്ള ആദ്യത്തെ ത്രികോണത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ആ ത്രികോണത്തില് 3 ശക്തികൾ പ്രകടമാകുന്നത് എന്താ? ശിവനാകുന്ന ഓംകാരവും ഹ്രീംകാരമാകുന്ന ഭുവനേശ്വരിയും ചേർന്നിട്ടുള്ള ബിന്ദുവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ശക്തികളിൽ നിന്നാണ് അനന്തമായിരിക്കുന്ന ശക്തികളുടെ ആവിർഭാവം. 43 ത്രികോണങ്ങള് ഇതില് ശ്രീചക്രത്തില് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നതെല്ലാം ഇതിന്റെ ആധാര ശക്തിയായിട്ടിരിക്കുന്നത് ബിന്ദുവാണ്. അപ്പോ ഈ താന്ത്രിക ഉപാസനയുടെ എല്ലാം ആരാധന അല്ലെങ്കിൽ ഇതിന്റെ അടിസ്ഥാനം നമ്മൾ എല്ലാ കർമ്മങ്ങളും എല്ലാം ശ്രീചക്രത്തിൽ ചെയ്യുമ്പോ എന്താ പറയുന്നത്? ഈ ബിന്ദുവിൽ സമർപ്പിക്കാനാ പറയുന്നത്, അല്ലെ? ബിന്ദുവിൽ സമർപ്പിച്ചാൽ പ്രപഞ്ചം മുഴുവനും കിട്ടിയതിന് തുല്യമാണ്. അതേസമയം ഇനി ഈ താഴെയുള്ള ത്രികോണങ്ങളിലും ബാക്കിയുള്ളതിലൊക്കെ സമർപ്പിച്ച ബിന്ദുവിൽ കിട്ടുമോ? ഇല്ല. കാരണം കാരണം ഏകമായിരിക്കുന്ന ശിവശക്തികളാണ് ഈ പ്രപഞ്ചമായിരിക്കുന്ന അനേക ശക്തികളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിന്ദുവിൽ എന്ത് സമർപ്പിച്ചാലും അത് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ശ്രീചക്രത്തിൽ ഇരിക്കുന്ന എല്ലാ ദേവതമാർക്കും, ആഭരണ ദേവതകൾ മാത്രമല്ല, ചതുഷ്ഷഷ്ടി കോടി യോഗിനി ഗണസേവിതയാണ് അമ്മ, അല്ലെ? ഇപ്പൊ ഹ്രീംകാരി എന്ന് പറയുന്ന ഈ ദേവി ഭുവനേശ്വരിയായിട്ട് ഭുവനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അനേക കോടി എന്താ പറയാ ആത്മാക്കളെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിന്റെ എല്ലാം എന്താ പറയാ പ്രഭവസ്ഥാനമായിട്ടിരിക്കുന്നു. ശിവനോട് ചേർന്ന്, കാമേശ്വരനോട് ചേർന്നിരിക്കുന്ന സ്ഥാനാണ് ബിന്ദു. നമ്മുടെ ബൈന്ദവ സ്ഥാനം, നമ്മുടെ സഹസ്രാര ചക്രം. അപ്പൊ ശ്രീചക്രത്തിലെ ബിന്ദു, മേരുവിലെ ബിന്ദുവിൽ എന്ത് സമർപ്പിച്ചാലും എന്താണ്? ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ ദേവതകൾക്കും സമർപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അഭിഷേകം ചെയ്യുമ്പോൾ ബിന്ദു രൂപിണ്യെ നമ, ബിന്ദുവിന് ഇത്രയും പ്രാധാന്യം അതുകൊണ്ടാണ്. അപ്പൊ ഹൃല്ലേഖ എന്നും ഹ്രീം ബീജം അറിയപ്പെടുന്നുണ്ട്. ആ ഭുവനേശ്വരി എന്താ പറയാ മന്ത്ര രഹസ്യത്തിൽ ഏകാക്ഷര മന്ത്രത്തിന്റെ മഹിമയെ കുറിച്ചും സ്വഭാവത്തെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഹ്രീംകാരത്തില് എന്താണ്? ഹകാരം ശിവനാണ്, രകാരം പ്രകൃതിയാണ്, ഈകാരം മായയാണ്, ബിന്ദു എന്ന് പറയുന്നത് ദുഃഖ വിനാശമാണ്. അപ്പൊ ഹ്രീം ഹ്രീം എന്ന് നമ്മളിങ്ങനെ നീട്ടി ജപിക്കുമ്പോ ഒരു 0, ഹകാരം ഈംകാരം അതിനൊരു 0, 0 അറ്റത്ത് കിടക്കുന്നില്ലേ? അതിനെയാണ് നമ്മൾ ബിന്ദു, ഇതിനോട് ചേർന്നിരിക്കുന്നത്. ഹകാരം ശിവൻ, രകാരം പ്രകൃതി, ഈംകാരം മഹാമായ. അപ്പോ ബിന്ദു ദുഃഖവിനാശകമാണ്. ഈ ബിന്ദുവിനെ മാത്രം നമ്മൾ ധ്യാനിച്ചാൽ മതി. കാമേശ്വരന്മാരിരിക്കുന്ന സ്ഥലമാണ് ബിന്ദു. അവരിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പ്രപഞ്ച മാതാപിതാക്കളാണ് ശിവശക്തികൾ എന്ന് പറയുന്നത്. നമ്മുടെ ശങ്കരാചാര്യര് പറയും പോലെ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹീച പാർവതി മാതാദേവോ മാതാച പാർവതി ദേവി പിതാദേവോ മഹേശ്വര എന്ന് പറയുന്നത് എന്താണ്? ഈ ഭുവനത്രയം എല്ലാം തന്നെ ഇവരിൽ നിന്നുണ്ടായതാണ്. ബാന്ധവോ ശിവഭക്തശ്ച. ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളാര്?
ഈ അമ്മയും അച്ഛനെയും പൂജിക്കുന്ന എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്, അല്ലെ? അപ്പൊ ബിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖത്തെ ഇല്ലാതാക്കുന്നു. ഈ ശിവനും ശക്തിയും നമ്മുടെ അച്ഛനമ്മമാർക്കാണ് നമ്മുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്നത്, നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ ബിന്ദു എന്ന് പറഞ്ഞാൽ ദുഃഖ വിനാശകമാണ്. അപ്പൊ ഹ്രീംകാരം ഹൃദയവുമായിട്ട് ബന്ധപ്പെടുന്നു. ഹ്രീം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാല് സൗമ്യമായിട്ട്, ആ ഒരു സൗമ്യ രൂപമാണ്, അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ്. അപ്പൊ ഹൃദയമാകുന്ന അനാഹത ചക്രത്തിലാണ് ഭുവനേശ്വരി ദേവി കുടികൊള്ളുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് സുവിദിതമായിട്ട് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ ഹ്രീംകാരവും ഹൃദയവുമായിട്ടുള്ള ബന്ധത്തിന് കാരണം ഇതാണ്. ഹ്രീംകാരം എവിടെയാ ജപിക്കേണ്ടത്? നമ്മുടെ അനാഹത ചക്രത്തില്. അപ്പോ എന്താ പറയാ, ദേവി ഭുവനേശ്വരി എന്ന് പറഞ്ഞാല് ഈ മണിദ്വീപത്തിൽ ഇരിക്കുന്ന, അതായത് ചിന്താമണി ഗ്രഹത്തിൽ ഇരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയും ഈ എന്താ പറയാ ഭുവനേശ്വരിയും രണ്ടല്ല എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, ഇതാണ് ഭുവനേശ്വരി തത്വം. ഭുവനേശ്വരിയെ കുറിച്ച് എന്താ പറയാ, നമ്മള് ഈ പ്രപഞ്ചത്തില് ഏകമായിരിക്കുന്ന സത്യത്തെ കുറിച്ചാണ് ഈ തത്വം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ എന്താണ്, ഈ തത്വം മനസ്സിലാക്കി നമ്മൾ ദേവിയെ പൂജിക്കണം. ദശമഹാവിദ്യകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞാലും 10 മുഖങ്ങൾ ദേവിക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിന്റെയും ആ ഒരു പ്രാദുർഭാവം എന്ന് പറയുന്നത് ബിന്ദുവാണ്. ആ ബിന്ദുവിൽ നിന്ന് നാദമാണ്. ആ ബിന്ദുവിലാണ് ശിവശക്തികള് ഐക്യരൂപമായിട്ടിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോ ഭുവനേശ്വരി തത്വം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.